ഒരു ആക്ഷൻ പാക്ക് ഫുൾ എന്താ പറയാ ഫുൾ പാക്ഡ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടന്ന ക്യാമ്പയിൻ പരിപാടികൾ. അത് വളരെ പെട്ടെന്ന് ഇലക്ഷൻ പ്രഖ്യാപിച്ചു പോവുകയും ഇലക്ഷൻ പ്രഖ്യാപിക്കുമെന്ന് അറിയാമെങ്കിൽ പോലും അത് ഇത്ര അടുത്തായതുകൊണ്ട്, പക്ഷെ സത്യത്തിൽ എനിക്ക് അതിനകത്ത് വെറുതെ അതാ തോന്നുന്നത്, അത്രയും സമയം കുറവായതുകൊണ്ടേ വേണ്ടത്ര ഒരു കൊഴുപ്പ് അതിനകത്ത് ഉണ്ടായിട്ടില്ല. സാധാരണ ഇതിലും ഒക്കെ വാദപ്രതിവാദങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വരാറുള്ളതാണ്. പക്ഷെ അത്ര തന്നെ കൊഴുപ്പിക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ല സമയക്കുറവ് കാരണം. പക്ഷെ എന്നാലും ഉള്ള സമയം കൊണ്ട് എല്ലാവരും അത്യാവശ്യം പാക്ക് ആക്കിയിട്ടുണ്ട്. പരിപാടി തുടങ്ങിയത് തന്നെ പലരുടെയും ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോ തൊട്ടുള്ള തല്ലുകളിലൂടെയാണ്. ഇതിൽ ഏറ്റവും രണ്ട് സുധാകരന്മാരെ കൂടി അതിന്റെ ഒരു ബഹളം തുടങ്ങി വെക്കുന്നത് നമ്മൾ ഉൾപ്പെടെ തുടങ്ങി വെക്കുന്ന സുധാകരൻ എന്താവും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം തുടങ്ങി വെക്കുന്നത്. അതായത് അമ്പലപ്പുഴ സുധാകരൻ. അന്ന് കണ്ണൂർ സുധാകരൻ വന്നിട്ടില്ല. അമ്പലപ്പുഴ സുധാകരൻ വിടുമോ വിടില്ലേ അങ്ങനെ വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ UDF പിന്തുണയ്ക്കുന്നു. പിന്നെ അതിന് ശേഷം ഉണ്ടാവുന്ന പൊട്ടലും ചീറ്റലും ബാക്കിയുള്ള സംഭവങ്ങൾ വേറെ. ആ സമയം അതേ ടൈമിലാണ് കണ്ണൂര് നമ്മുടെ അടുത്ത സുധാകരൻ പ്രശ്നം വെട്ടുന്ന പരിപാടിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് കെ സുധാകരൻ അടങ്ങി, കെ സുധാകരൻ ഗർജിച്ചത് പുറത്തു വരുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമൊക്കെ ആയിട്ട് ഒരു 3-4 ദിവസം നമ്മളിങ്ങനെ പിൻ പോയിന്റിൽ നിർത്തിയിട്ട് പിന്നെ ഒന്നുമില്ല എന്നുള്ള ലൈനിൽ പോവുകയും ചെയ്തു. പക്ഷെ അവിടെ നിന്നാണ് ഇതിന്റെ പരിപാടികൾ തുടങ്ങി വെക്കുന്നത്. അത് മാത്രല്ല വിത്തിൻ സെക്കൻഡ്സ് ഞങ്ങളുടെ പുലിക്കുട്ടികൾ ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് 180 ആ ഒരു സെറ്റപ്പ് ആയിരുന്നു. പക്ഷെ അതും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കോലാഹലങ്ങൾക്കൊക്കെ ഉണ്ടാക്കി. കാരണം എന്തുകൊണ്ടാണ് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും പ്രഖ്യാപിക്കുന്നത്? പക്ഷെ ഇതിന്റെ ഏറ്റവും കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് കോൺഗ്രസ് പ്രഖ്യാപിച്ച സമയത്ത് ബാക്കി പാർട്ടികൾ മുഴുവൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വരുന്നതാണ് BJPയുടെ പെട്ടെന്നുണ്ടെന്ന് 2020 കാൻഡിഡേറ്റ്സിനെ കൂടെ ചക്ക. അപ്പൊ ഇത് എന്തിനാണ് ഇങ്ങനെ കൊടുത്തത്, എങ്ങനെയാണ് പിന്നെ അതിനെ ചൊല്ലിയുള്ള ഭയങ്കര ചർച്ചകൾ, അതിലും അഖിൽമാരും പിഷാരടിയും തമ്മിലുള്ള ഒരു വരുന്നു, അഞ്ജലി നായരുടെയും ട്രോളുകൾ വരുന്നു, പിന്നെ കൊടുങ്ങല്ലൂരിലെ സ്ഥാനാർത്ഥി. അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് മാത്രമാണെങ്കിലും വീണ നായരും അതേപോലെ തന്നെ ലക്ഷ്മിപ്രിയയും ഇപ്പൊ എന്തോ ചെയ്യുന്നത് അതേപടി വന്ന വണ്ടിക്ക് കൊണ്ടുവരുന്ന ഒരു അവസ്ഥയൊക്കെ കരച്ചിലുകൾ മാത്രം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ അവരങ്ങ് പോയി. അതും ഒരു ഭയങ്കര ഒരു പരിപാടി. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴും നിൽക്കുന്ന വിവാദം വരുന്നത്, ഡീൽ വിവാദം. അത് ഭയങ്കരമായിട്ട് കത്തി. സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ ഡീലാണ് മൊത്തത്തിലുള്ള. അതായത് ഈ VD സതീശൻ പറഞ്ഞ ഡീല് മാത്രമല്ല, ആരൊക്കെ തമ്മിലെ ഡീലെന്ന് നമുക്ക് തന്നെ സംശയം തോന്നുന്ന പോലെ ചില സ്ഥാനാർത്ഥിത്വങ്ങളും നമുക്ക് അതേപോലെ സംശയം ഡീലായിട്ടാണോ ഇവരിങ്ങനത്തെ ആളുകളായിട്ട്. അപ്പൊ അതേപോലെ 10 സീറ്റുകളിൽ ഉൾപ്പെടെ ഡീലുകൾ ആരോപിച്ചുകൊണ്ടാണ് VD സതീശൻ എത്തുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ജമാഅത്ത് ഇസ്ലാമിയും കോൺഗ്രസ് തമ്മിലുള്ള അതിന്റെ വിമർശനം മുറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തിരിച്ചു വരുന്നു SDP CPM തമ്മിലുള്ള ഡീലിന്റെ കാര്യം. അപ്പൊ തന്നെ ഇവർ പറയുന്നു കോൺഗ്രസും BJP തമ്മിൽ ധാരണ ഉണ്ടെന്ന് CPM-കാര് പറയുന്നു. നേരത്തെ മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും BJP-കാര് പറഞ്ഞു ഞങ്ങളെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് കച്ചായിട്ട് ഇറങ്ങുന്നു, കോൺഗ്രസും ഇവരും തമ്മിലാണ് CPM തമ്മിലാണ് ഡീൽ എന്ന് പറയുന്നത്. അങ്ങനെ ഡീലുകൾ ഇങ്ങനെ പല സ്ഥലത്ത് നിന്ന് കിട്ടി. അത് പക്ഷെ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോരുന്ന ഒരു സംഗതിയായിരുന്നു. പിന്നെ അവസാനം എത്തി നിൽക്കുന്നത് മറ്റേ ഡാഷ് മോനെ എന്നുള്ളതാണ്. അതിന്റെ ഇടയ്ക്ക് പലതും ഉണ്ടായി എന്നുള്ളത്. അതിന്റെ ഇടയ്ക്ക് ഉണ്ടായ ഇതാണ് ഒരു മറ്റ് സംസ്ഥാനങ്ങൾ നടക്കുന്നത് പോലത്തെ ഒരു കിറ്റ് വിവാദം, സാരി ആലപ്പുഴയിൽ സാരി വിവാദം, തൃശ്ശൂരിൽ കിറ്റ് വിവാദം. അറ്റ് ദ സെയിം ടൈം ഇന്ന് റീസെന്റ് നമുക്ക് നമ്മുടെ ശോഭ ചേച്ചിക്ക് ഇതിലുണ്ടായിട്ടുള്ള പൈസ കൊടുത്ത് വോട്ട് മേടിച്ചു എന്നുള്ള വിവാദം, അതും കത്തി നിൽക്കുന്ന ഒന്നാണ്. ഒപ്പം തന്നെ PR വർക്ക് കൊടുത്ത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഫുൾ ചോദിക്കണ മതി. അതുപോലെ കേറി വാട മക്കളെ എന്നൊക്കെ ലൈനിൽ പവറായിരുന്നു. പക്ഷെ സംഗതി വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പാളി പോയി കയ്യിൽ നിന്ന് പോകുന്നതാണ്. മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ അസഹിഷ്ണുത, പുറത്ത് പ്രസംഗിക്കാൻ പോകുമ്പോൾ അസഹിഷ്ണുത, പുള്ളിയുടെ ഒരു തനി രൂപം പുറത്തേക്ക് വന്നു. അത് മാത്രല്ല കൈരളിക്കും ദേശാഭിമാനിക്കും മാത്രം ഉത്തരം കൊടുക്കുന്ന അങ്ങനത്തെ കുറച്ച് പരിപാടികളും ഇത്തവണ ഇലക്ഷനെ കുറച്ച് ചൂടാക്കിയ ഒരു സംഭവമാണ്. അത് മാത്രമല്ല ശ്രീലേഖ IPS-ന്റെ എന്താ പറയാ പേര് പരാമർശിക്കാത്തതിനെ തുടർന്ന് ഇറങ്ങി പോകുന്നത്, പിന്നെ എപ്പോഴും മാറി നിൽക്കുന്നതിന്റെയും ഇറങ്ങിപ്പോക്കിന്റെ ഒക്കെ ആളായതുകൊണ്ട് ഇത് നത്തിങ് ന്യൂ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ. അതേപോലെ തന്നെ വേറൊരു കാര്യമുള്ളത്, ഇത്രയും കാലം CPM-ലും മറ്റും അടിയുറച്ച് വിശ്വസിച്ചിരുന്ന CC മുകുന്ദനെ പോലെയുള്ള ആളുകൾ ഇടപെടലും പോകുന്നു. അത് മാത്രല്ല ഇത്ര രണ്ട് പാർട്ടികളിലും LDF-ലും UDF-ലും ഉണ്ടായിരുന്ന ആളുകൾ BJP-യിലേക്ക് പോകുന്നു. അവരൊന്ന് ഇവിടെ വരുന്നു, അവിടെ നിന്ന് ഇവിടുന്ന്, അങ്ങനത്തെ ഒരു പരിപാടി അത് ഒരു മെയിൻ സംഭവങ്ങളായിരുന്നു. അതേപോലെ തന്നെ ഈ
ജനങ്ങൾക്കിടെ ഇടയിലുണ്ടായിട്ടുള്ള ഒരു അഭിപ്രായ പരിപാടികളും അതും ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നതാണ്. ഒരു വ്യത്യാസം, അതായത് വേറൊരു പാർട്ടിക്ക് ചാൻസ് കൊടുക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വരാൻ തുടങ്ങി. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, വ്യക്തിപരമായിട്ട് സ്ത്രീ എന്നുള്ള നിലയ്ക്ക് തന്നെ നമുക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാഷ്ട്രീയത്തിലാണെങ്കിൽ ഏത് മേഖലയാണെങ്കിലും സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാവാന്നുള്ളത് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു വരുമ്പോഴത്തേക്കും അതിന് വേറെ തരത്തിൽ വ്യാഖ്യാനിച്ച് അതിനെ നമ്മളെ ഇത്തവണയും സത്യത്തിൽ പ്രതിവാഹരിക്കരുത്. പക്ഷെ നടപടിയെടുത്തു ഇപ്പുറത്തുനിന്ന്. എങ്കിൽ പോലും ആ സ്ത്രീ ക്യാമറകൾക്ക് മുന്നിൽ വന്ന് കരയുന്ന, അപ്പൊ അവർക്കെതിരെ വീണ്ടും പറയുന്നുണ്ട്, അവരും ഇതുപോലെ തന്നെ വാക്കുകൾ ഉപയോഗിക്കുന്ന ആളാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു ന്യായീകരണമല്ല. അത് എന്ത് വന്നാലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം ഇന്ന ആൾ ഇന്നത് ചെയ്യുന്ന കൊണ്ട് നമുക്കതിനെ ന്യായീകരിക്കാം. അത് പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത് പക്ഷെ അത് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു പ്രവണത സത്യത്തില് മാറ്റുന്നത്, അത് കുറച്ച് കാലങ്ങളായിട്ടുള്ള ഇലക്ഷനിലൊക്കെ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് പറഞ്ഞു കേൾക്കാൻ, വിജയരാഘവന്റെ ആണെങ്കിലും പറഞ്ഞ കാര്യങ്ങള്, പിന്നെ രമ്യ ഹരിദാസിനെ പറ്റി പറഞ്ഞ കാര്യങ്ങള്, അപ്പൊ ഇതൊക്കെ നമുക്ക് ഭയങ്കര ഒരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇത്തവണ വന്നില്ലല്ലോ, കാരണം സ്ത്രീ പ്രാതിനിധ്യമില്ല, തീരെയില്ല. സ്ഥാനാർത്ഥികളെ കുറിച്ച് നമുക്ക് പറയാൻ പറയാൻ മാത്രം ആൾക്കാരില്ല. പക്ഷെ എന്നാ പോലും അത് അങ്ങനെ ഒരു ആശ്വസിച്ചൊക്കെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഗതി വരുന്നത്. അതും ഒരു അതിന്റെ മുകളിലുണ്ടാവുന്ന. പിന്നെ ഗോവിന്ദൻ മാഷിന്റെ ഭാര്യയ്ക്ക് അവസരം കിട്ടിയെന്ന്, ശ്യാമള ചേച്ചിക്ക് അവസരം കിട്ടിയെന്നുള്ള രീതിയിലുള്ള പ്രചാരണവും ഭയങ്കരമായിട്ടുള്ള ഒരു ഇലക്ഷൻ സമയത്ത് ഒരു ഇതുണ്ടാക്കിയിട്ടുള്ള. അവര് മറ്റേ പല ആ ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ, മറ്റേ പ്രവാസിയായിട്ടുള്ള ഒരാള് മരിക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ആരോപണത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരാളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരെയാണെന്ന് മത്സരിപ്പിക്കുന്നത്. കാരണം ആ സീറ്റുമിനുള്ളിൽ ഉൾപ്പോഴ് ഭയങ്കര രൂക്ഷമായിട്ട് നിൽക്കാണല്ലോ, കണ്ണൂരാണെങ്കിലും കോഴിക്കോടാണെങ്കിലും പല ജില്ലകളാണെങ്കിലും. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നുള്ളതാണ് അതിന്റെ. അതുപോലെ തന്നെ VD സതീശന്റെയും നമ്മുടെ പിണറായി വിജയന്റെയും തമ്മിലുള്ള ഫേസ്ബുക്കിലുള്ള പോര്, അവര് തമ്മില് നീ അങ്ങനെ ചെയ്തില്ലേ, നീ ഇത് ചെയ്തില്ലല്ലോ, അല്ലടാ നീ അവിടെ വന്ന് പറ, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് നമ്മള് ഗോതയിലേക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് ഗോതയിലേക്കൊന്നും ഇല്ല, നമുക്ക് ഫേസ്ബുക്കിൽ തന്നെ മതി, അതാണ് സേഫ് എന്നുള്ള ഇതായിരുന്നു. പിന്നെ VD സതീശന് ഗ്രൂപ്പിന്റെ ഇടയിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ചില പരിപാടികള്, ഞെരുങ്ങല്, അതും വളരെ വ്യക്തമായിരുന്നു കാര്യങ്ങളിലെല്ലാം. അപ്പൊ മൊത്തത്തിൽ പക്ഷെ ഇത്തവണ ശ്രദ്ധിച്ചോ, സാധാരണ രീതിയിൽ നമുക്ക് ട്രോളാണെങ്കിൽ ഒരു മെറ്റീരിയൽ എല്ലാ ഭാഗത്തുനിന്നും കിട്ടും. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത്തവണ ട്രോൾ മെറ്റീരിയൽ ഉള്ള കാര്യം അങ്ങനെ ഈ 2020 അല്ലാതെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഇത്ര ബുദ്ധിപരമായി എടുത്ത തീരുമാനമാണ്. PR-ന്റെ വളരെ കരുത്തുറ്റ സംസാരവും ഇടപെടലും എല്ലാം വളരെ അങ്ങനെയായിരുന്നു. അപ്പൊ ആ സമയത്ത് അങ്ങനത്തെ മെറ്റീരിയലുകളൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ കത്തിക്കാൻ വരുന്ന പിന്നെ ഒരു സാധനം കൂടെ ഇതിനകത്തുണ്ടായിരുന്നു, PR വിവാദവും. PR വിവാദം വളരെ വലുത്. അത് ഇപ്പോഴല്ല, കുറച്ചു കാലം മുന്നേ തൊട്ട് തുടങ്ങിയ ഒരു സാധനമായിരുന്നു. ഒരു ഇരുണ്ട കാലം എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയുന്നു, മറ്റവര് അപ്പുറത്തുനിന്ന് പറയുന്നു. അത് PR വിവാദം ഇവിടെ കൊടുത്തു. അത് ഇപ്പോഴും നിലനിൽക്കുന്ന വിവാദമാണല്ലോ. പക്ഷെ ഇതാണ് ബേസിക്കലി വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോയി. ഇത്രയും ചൂടായിട്ട് പോലും മീൻസ് ആ ചൂടത്തെ നമുക്ക് അങ്ങനെ വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ പോയ ഒരു വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു ഇലക്ഷൻ കാലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? അപ്പൊ ഇനി ഈ കാണിച്ച ഗിമിക്കുകൾക്കും ഈ എന്ത് ഫലം വരുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പ്രതീക്ഷിച്ച പോലത്തെ ഒരു റിസൾട്ട് എല്ലാ പാർട്ടിക്കും ഉണ്ടാക്കുമെന്ന് കണ്ട് അറിയാം. എല്ലാ പാർട്ടികളും എന്തായാലും ആ റിസൾട്ട് ഉണ്ടാക്കാൻ പോകുന്നില്ല. പ്രതീക്ഷിച്ചത് അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് കണ്ടറിയാം.